രണ്ടാമത് ഇപ്പോൾ ഉള്ള മിസ്കാരേജിൻ്റെ കാര്യമാണ്. അത് എന്തായാലും ഭരണഘടനാപരമായി ഇപ്പം സുപ്രീം കോടതി വരെ ഇതുപോലെയുള്ള സെക്ഷൽ ഉള്ള പ്രശ്നത്തിൽ കൺസെൻ്റ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ രണ്ടുപേരും സംസാരിച്ച് മീഡിയേഷനിൽ വിട്ട് അങ്ങനെ തീർക്കണമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സുപ്രീം കോടതി അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ സെക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ റേപ്പിൻ്റെ പരിധിയിൽ വരുന്നത് എൻറ്റയർലി ഡിഫറൻറ്റ് സാഹചര്യത്തിൽ തന്നെയാണ്. മൈനർ കുട്ടികളെ കൺസെൻ്റ് ഇല്ലാതെ, അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കള്ളന്മാരും അങ്ങനെയുള്ളവർ വന്ന്, ചിലർ ദുരിതശത്തോടെ വന്ന് ചിലരെ റേപ്പ് ചെയ്തു പോകുന്നു. അങ്ങനെയുള്ള കേസിൽ 376 കൃത്യമായിട്ട് നിലനിൽക്കും. അല്ലാതെ ഇങ്ങനെ പരിചയക്കാരും അടുപ്പക്കാരും സ്നേഹിച്ച് എപ്പോഴും ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് സിനിമ കാണുകയും പോകുന്നവരൊക്കെ അതിനൊക്കെ റേപ്പ് നിലനിൽക്കില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഭരണഘടനാ ബെഞ്ചിന് അത് കൃത്യമായ അവർക്ക് അതിൻ്റെ ഡയറക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ 15-ാം തീയതിക്ക് ശേഷവും ഇത് വീണ്ടും ഫർദറായിട്ടുള്ള അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിൻ്റെ അകത്ത് കൃത്യമായ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നിടം വരെ പോലീസ് അതിനകത്തൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പോലീസ് രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കരുത്, എടുത്ത് ചാടരുത്. കാരണം കോടതിയുടെ പരിഗണനയിലെ അതേ മാറ്റർ പോലൊരെണ്ണം ഇപ്പോഴിവിടെ രണ്ടാമതൊരു കേസ് എടുത്ത് വെച്ചാൽ അതിന് വാദിയില്ല. അതുകൊണ്ട് ആ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് മിണ്ടാതിരിക്കുന്നതാണ് പോലീസിന് ബുദ്ധി.